അടിപൊളി സ്വാദിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നളചരിതത്തിലെ നളപാചകം പോലെ, മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ അക്ഷയപാത്രം പോലെ അടിപൊളി സ്വാദിലെ വിഭവങ്ങൾ ഒഴിയുന്നില്ല. അവ നാൾതോറും നിങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്വാദിഷ്ടമായ വിഭവം തയ്യാറാക്കാൻ എത്തിയിരിക്കുന്നത് എൽസി ആൻറ്റിയാണ്. വെൽക്കം ടു എൽസി ആൻറ്റി. എന്താണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇവിടെ? ജിലേബിയാണ് തയ്യാറാക്കുന്നത്. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ജിലേബി. ഓൾ റൈറ്റ്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഇതിന് ഉഴുന്ന് വേണം, പഞ്ചസാര പനി ഉണ്ടാക്കാൻ പഞ്ചസാര, ഏലക്കായും ഗ്രാമ്പൂവും 2 എണ്ണം, വറക്കാൻ ആവശ്യത്തിന് എണ്ണ, പാകത്തിന് വെള്ളം, അത്രേ ഉള്ളൂ. കുറച്ച് കളറും കൂടെ അല്ലേ? അതെ അതെ. ഫുഡ് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജിലേബി കളറാണ്. പല നിറങ്ങളുണ്ടല്ലോ, നമ്മളിവിടെ റെഡ് കളർ. റെഡ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം തന്നെ ഈ ഉഴുന്ന് നമുക്ക് കുതിർത്തി വെച്ചത് മിക്സിയിൽ അടിച്ചെടുക്കണം, വെള്ളം കൂട്ടാതെ തന്നെ. ഇവിടെ കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്ന് എൽസി ആൻറ്റി ഇപ്പോൾ മിക്സിയിൽ അടിക്കാൻ കൊണ്ടുപോയിക്കുകയാണ്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല, ഓർക്കണം, ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെ കുതിർത്ത് വെച്ച ഉഴുന്നാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മിക്സിയിൽ അടിച്ച ഉഴുന്ന് പേസ്റ്റ് വരിക അല്ലേ? അതെ അതെ. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഇടാം. ഇപ്പം എന്ത് ഫുഡ് കളറാണ് നമ്മൾ മാർക്കറ്റിൽ ചോദിക്കുന്നത്? എങ്ങനെയാണ്? ജിലേബി കളർന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട് അല്ലേ? ജിലേബി കളറിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെഡ് കളറിലെ വെടിക്കെട്ട് കളറാണ്. ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ജിലേബിയുടെ ഒരു റെഡ് കളർ കിട്ടും. മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഇനി വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ആ ഒരു മോയ്സ്ചർ ഓൾറെഡി ഉണ്ട്, ഉണ്ട്. ഫുഡ് കളർ ആക്ച്വലി അത്ര നല്ലതല്ല, പക്ഷെ ജിലേബിയിൽ നമുക്ക് അതെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് തെറ്റില്ല. എൽസി ആൻറ്റിയുടെ ഒരു ജിലേബി ബേസ് നമുക്ക് തയ്യാറായി കഴിഞ്ഞു. ആൻഡ് ഉഴുന്നാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് പഞ്ചസാര ഇടുക, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഓൾറൈറ്റ്. നമുക്ക് എന്തോരം അളവ് വേണ്ടി വരാൻ വേണ്ടി ഈ പഞ്ചസാര നമ്മൾ ഇടുമ്പോഴത്തേക്ക് പാനി ഉണ്ടാക്കി ഇതിന് മുങ്ങിക്കിടക്കാണല്ലേ? അതെ അല്ലേ? ഇതൊന്ന് ഇളക്കിയെടുത്താൽ പഞ്ചസാര പാനിയാവും. ഓക്കെ, ഈ പഞ്ചസാര പാനി തയ്യാറാക്കുമ്പം നമ്മൾ വെള്ളത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അവസാനം നൂല് പരുവത്തിലാക്കി എടുക്കണം, കറക്റ്റ് തിക്കായിട്ട് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഏലക്കായും ഗ്രാമ്പൂവും. ഓൾറൈറ്റ്, നമ്മൾ ചതയ്ക്കൊന്നും വേണം, നേരെ പൊട്ടിച്ചിടുകയാണ്. ഏലക്ക ഇട്ടു, കുറച്ച് സ്പൈസി, നമുക്കൊരു ഹേർബൊക്കെ വേണം അതിൽ. അതുപോലെ തന്നെ ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ഫ്ലേവർ വരും അല്ലേ? ഓൾറൈറ്റ്, ഏലക്കയും ഇട്ടു, ഗ്രാമ്പും ഇട്ടു. ശരിക്കും നമ്മുടെ ആ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ പഞ്ചസാര പാനിയിലേക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് അത് സിമ്മിൽ കിടന്നോട്ടെ. ഓക്കെ, പാനിയായിരിക്കും. ബാക്കി നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? ഓൾറൈറ്റ്, തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഡീപ് ഫ്രൈ ആണോ ചെയ്യുന്നത് അതോ? ഡീപ് ഫ്രൈ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ വേണമെന്ന് നോക്കാം. ജിലേബി നമുക്ക് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത തുണിയിലേക്ക്. ഓക്കെ, ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലേ? എന്താ ശരിക്കും ചെയ്തിരിക്കുന്നില്ല? ഇത് നമ്മളൊരു കുഞ്ഞ് ഹോൾ ഇട്ടിട്ട് ബട്ടൺസ് പിടിപ്പിക്കില്ല, അതിനുള്ള സ്റ്റിച്ച്, അതിന്റെ സ്റ്റിച്ചാണ് ഇട്ടേക്കണേ. കറക്റ്റ് ആയിട്ട്. ഓ, ദാറ്റ്സ് നൈസ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് നിങ്ങൾ കണ്ടു. ആ ബട്ടൻ്റെ ആ പരുവത്തിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു തുളയിലേക്കാണ് നമ്മൾ ഇനി ജിലേബിയുടെ സ്റ്റഫിങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം. അടുത്ത് എന്താ ചെയ്യുന്നത്? ഇതെടുത്തോട്ടെ. നമുക്കിനി ഇത് തുണിയിലേക്ക് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ക്ലോത്തിലേക്ക്, സാധാ കോട്ടൺ തുണി മതി അല്ലേ? അതിലേക്ക് നമ്മുടെ ജിലേബിയുടെ മിക്സ് ഇടുക. ആൻഡ് 4 മൂലയും മുറിച്ച്. ഓക്കെ, ഒരു സ്ക്വയർ പരുവത്തിലുള്ള തുണി എടുക്കുക. കോട്ടൺ തുണിയാണ് നല്ലത്. അതിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നിങ്ങൾ കണ്ടു, ബട്ടൻ്റെ ആ തുളയാണ്. അതിലേക്ക് നമ്മൾ ജിലേബിയുടെ മിക്സ് ചേർത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നോക്കാം. ഇത് ഒരു റൗണ്ടിൽ നമ്മുടെ ചൂടെണ്ണയിലേക്ക് പിഴിഞ്ഞിടുക. നിങ്ങൾക്ക് കാണാം, നല്ല ഓറഞ്ച് കളറിൽ ചെറിയ റെഡിഷ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ജിലേബിയാണ് എൽസി ആൻറ്റി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശരിക്കും കാണുമ്പോൾ തന്നെ കൊതി വരും, പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ഈ മിക്സിൻ്റെ പ്രത്യേകതയാണ്. ഇത് പെട്ടെന്ന് തന്നെ ജിലേബിയുടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഷേപ്പ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അല്ലേ? ഷേപ്പ് ഇപ്പോൾ ആൻറ്റി ഒരു ട്വിസ്റ്റ് ചെയ്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൻഡ് ഇതിപ്പം ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലേ നമുക്ക്? ഇത് കുറച്ച് നേരം ഒന്ന് മുരിച്ചെടുക്കുക, തിരിച്ചു വിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുക നമ്മുടെ ജിലേബി. അതിനിപ്പോൾ ഈ ജിലേബി തയ്യാറാക്കുന്ന അത്ര ഈസി ജോലിയല്ല അല്ലേ? ഈസിയാണത്, നമ്മളെന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അത്ര സ്പീഡ് കിട്ടില്ല അല്ലേ? ഓക്കെ, ആക്ച്വലി ഇതൊരു കലയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജിലേബി കറക്റ്റ് ആ രൂപത്തിലും നമ്മൾ കറക്റ്റ് ആ പരുവത്തിലും സാധനത്തിൽ കടലിലൊക്കെ ചെയ്യുമ്പോൾ അവർ അടുപ്പിച്ചടുപ്പിച്ചാണ് അതിൻ്റെ വരുന്നത് അല്ലേ? അതാണ്. ഇപ്പം ആൻറ്റി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ നല്ല പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കിനി ഇപ്പം ഒരു മധുരം ഇല്ലാത്തൊരു പരുവത്തിലാണ്. ഇനി നമുക്ക് ഈ ഷുഗറും കൂടെ പാനി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ജിലേബി ആവും.
ഇത് മൂത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജിലേബി വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് എത്ര എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ആൻറ്റി ഒരെണ്ണം കൂടെ ചെയ്യാണ്. ആൻഡ് സി, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. യെല്ലോ കളറിലെ നല്ല മഞ്ഞ കളറിലെ ജിലേബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചുമന്ന, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സ് നിങ്ങൾക്ക് ചോദിച്ചാൽ മാർക്കറ്റിൽ കിട്ടാവുന്നേ ഉള്ളൂ. ആൻഡ് യെസ്, എൽസി ആൻറ്റി വേറെ കൂടെ തയ്യാറാക്കുകയാണ്. നമുക്കിത് പാനിയിലേക്ക് ഇടാം. യെസ്, എൽസി ആൻറ്റി ജിലേബി നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടാണ്, അപ്പോൾ നല്ല ഫ്ലേവറുള്ള പഞ്ചസാര പാനിയാണിത്. അതിലേക്ക് നല്ല ഓറഞ്ച് കളറിലെ ജിലേബി ഇട്ടിരിക്കുകയാണ്. ഒന്ന് കുതിർന്നെടുക്കണം. എത്ര നേരം എടുക്കേണ്ടി വരും? അതൊന്ന് ശരിക്കും 3 മിനിറ്റ് 3 മിനിറ്റ് അല്ലേ? അപ്പോൾ ഓരോ ജിലേബിയും നിങ്ങളൊന്ന് കുത്തെടുക്കുക. എൽസി ആൻറ്റിയുടെ നല്ല സ്വാദിഷ്ടമായ നല്ല കളർഫുള്ളായ ജിലേബി തയ്യാറാക്കി കിട്ടും. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ. ആഹാ, ഇപ്പോഴേ എനിക്ക് തുടങ്ങി. നല്ല കുതിർന്ന് വന്നിരിക്കുകയാണ്. അതിന് പറഞ്ഞ പോലെ പഞ്ചസാര പാനിയിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും പഞ്ചസാര പാനിയൊക്കെ അത് വലിച്ചെടുക്കും. നല്ല സോഫ്റ്റ് പരുവായി കിട്ടും. ജിലേബി റെഡിയായി. എനിക്ക് ടേസ്റ്റ് നോക്കാം. യെസ്, എൽസി ആൻറ്റി തയ്യാറാക്കി നല്ല ഓറഞ്ച് കളറിലെ ജിലേബി തയ്യാറാക്കി കഴിഞ്ഞു. നല്ല മധുരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിച്ചോളാം. ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എനിക്കിഷ്ടമായി. താങ്ക് യു സോ മച്ച്. വേണ്ട അല്ലേ? വേണം വേണം വേണം. എൽസി, താങ്ക് യു സോ മച്ച്. ഇത്രയും സ്വാദിഷ്ടമായിട്ട് ജിലേബി തയ്യാറാക്കിയതിന് താങ്ക് യു. ഇനി ഞങ്ങളുടെ എൽസി ആൻറ്റി വരുന്നതായിരിക്കും കൂടുതൽ സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള പലഹാരങ്ങളും അതുപോലെ തന്നെ പലതും പ്രിപ്പയർ ചെയ്യാനായിട്ട് എൽസി ആൻറ്റി വരും. താങ്ക് യു. നിങ്ങൾ തയ്യാറാക്കി നോക്കുക എൽസി ആൻറ്റിയുടെ നല്ല ഓറഞ്ച് കളറിലെ ജിലേബി. ജിലേബി. പ്രധാന ചേരുവകൾ: ഉഴുന്ന് 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, വെളിച്ചെണ്ണ 1/2 കപ്പ്, ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 4 എണ്ണം, ഫുഡ് കളർ 1 നുള്ള്. പാചകം ചെയ്യുന്ന വിധം: ആദ്യം കുതിർന്ന ഉഴുന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. ശേഷം ജിലേബി കളറിലുള്ള ഫുഡ് കളർ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. പിന്നീട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെക്കുക. ശേഷം മറ്റൊരു പാനിൽ വെള്ളവും പഞ്ചസാരയും ചേർത്ത് ചൂടാക്കി പഞ്ചസാര പാനി തയ്യാറാക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കയും ഗ്രാമ്പൂവും ചേർക്കുക. ശേഷം ജിലേബി ഉണ്ടാക്കുന്ന ബട്ടൺ ബോൾ സ്റ്റിച്ച് എടുത്ത് അതിലേക്ക് ആദ്യം പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന ചേരുവകൾ ഒഴിച്ച് ചൂടായിരിക്കുന്ന എണ്ണയിൽ വീഴത്തക്ക വണ്ണം നന്നായി പ്രസ് ചെയ്ത് എണ്ണയിൽ വീഴ്ത്തി നല്ലവണ്ണം മൊരിച്ചെടുക്കുക. പിന്നീട് മൊരിച്ചെടുത്ത ചേരുവകൾ പഞ്ചസാര പാനിയിലേക്ക് ചേർക്കുന്നു. ഇത് പഞ്ചസാര പാനിയിൽ ചെറുതായി കുതിർന്നു കഴിഞ്ഞ് തിരികെ കോരിയെടുത്ത് ചെറു ചൂടോടെ നിങ്ങൾക്ക് ജിലേബി കഴിക്കാവുന്നതാണ്. വിഭവങ്ങൾ തീരുന്നില്ല, അവ നമ്മളെ തേടി വരികയാണ്. സ്വാദുകളുടെ കാത്തിരിപ്പ് വീണ്ടും തുടരുക. അടിപൊളി സ്വാദ് നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ നമ്പർ 9544207037. ഞങ്ങളുടെ ഇമെയിൽ ID helloswad@gmail.com. This is Hannah Kennedy signing off. Take care.